വയനാട് വാഗേരിയിൽ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി കുങ്കിയാനയെ എത്തിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള വിക്രമിനെയാണ് എത്തിച്ചത്. മറ്റൊരു കുങ്കിയാനയായ ഭരതിനെയും അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും. അതേസമയം യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ നിയോഗിച്ച് സംഘവുമായി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വയനാട് വാഗേരിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി തുടർച്ചയായി 5 ദിവസമായിട്ടും ഇത്തരത്തിലുള്ള കടുവയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇന്ന് ശക്തമായ തിരച്ചിലാണ് ആരംഭിച്ചത്. രാവിലെ തന്നെ ഈ വന്യജീവികളെ പിടികൂടുന്ന വിദഗ്ധനായ അരുൺ സഖറിയ വന്നിരുന്നു. അരുൺ സഖറിയ ഇതിനു മുമ്പുള്ള ദൗത്യ സംഘവുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഈ കടുവയുടെ സാന്നിധ്യം എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അരുൺ സഖറിയ നേരിട്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ തിരച്ചിൽ നടത്തിയിരുന്നു. അരുൺ സഖറിയ 20ലധികം കടുവകളെ മയക്കുവെടി വെച്ച് പിടിച്ചിട്ടുള്ള വിദഗ്ധനാണ്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. അതിനാൽ തന്നെയാണ് ഇപ്പോൾ കുറച്ച് അല്പസമയം മുൻപ് ഒരു കുങ്കിയാനെ എത്തിച്ചത്. മുത്തങ്ങയിൽ നിന്നുള്ള വിക്രം എന്ന കുങ്കിയാനയാണ് നിലവിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഭരതൻ എന്ന കുങ്കിയാനയും ഈ പ്രദേശത്ത് എത്തിക്കും. അതോടൊപ്പം അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് വലിയ തിരച്ചിൽ നടത്തുന്നത്. ഈ മേഖലയിൽ CCTV ക്യാമറകൾ പരിശോധിക്കുന്നു. അതോടൊപ്പം ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ഇന്ന് രാവിലെ തന്നെ ഈ പ്രജീഷിനെ കടിച്ചുകൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു. വയനാട് വന്യജീവി സങ്കേതത്തിലെ WWL 45 എന്ന 13 വയസ്സുള്ള കടുവയാണ് വാഗേരിയിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കടുവ വാർദ്ധക്യത്തിലാണ്. അതിനാൽ തന്നെയാണ് ഇന്നലെ കോഴിയെല്ലാം പിടികൂടിയത്. അതിനാൽ തന്നെ ഈ നാട് വിട്ടു പോകാൻ സാധ്യതയില്ല. അതിനാൽ തന്നെയാണ് കുങ്കിയാനെ എത്തിച്ച് വളരെ ശക്തമായ പരിശോധന നിലവിൽ നടത്തുന്നത്. 2 കുങ്കിയാനയാണ് നിലവിൽ ഇവിടെ എത്തിക്കാനുള്ള തീരുമാനം. ഈ കുങ്കിയാനയിലുള്ള പരിശോധനയിൽ ഈ കാപ്പിത്തോട്ടങ്ങളാണ് ഈ മേഖലയിൽ. അതിനാൽ തന്നെ മനുഷ്യന് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കാപ്പിത്തോട്ടങ്ങളിൽ പതിയിരുന്ന് ചിലപ്പോൾ മനുഷ്യനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെയാണ് കുങ്കിയാനെ എത്തിച്ച് ഇത്തരത്തിലുള്ള വലിയ പരിശോധന നടത്തുവാൻ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് അരുൺ സഖറിയാണ്. രോഹിണി. ശരി, വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കുങ്കിയാനകളെ എത്തിച്ചിരിക്കുകയാണ് സ്ഥലത്ത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.